ഒരു ഫാക്ടറിയിലുള്ള ഒരു മനുഷ്യനും ഉപകരണവും യന്ത്രവും ഇതെല്ലാം തമ്മിലുള്ള ഒരു ബാലൻസ്, അതായത് നമ്മളുടെ എന്താ വെച്ചാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ക്വാളിറ്റി കൂട്ടുക. അതായത് ഇപ്പം ഒരു ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ലോസ് ഓഫ് മോഷൻ അവർ പഠിക്കുന്നുണ്ട്, മോഷൻ ഇൻ സർക്കുലാർ അല്ലെങ്കിൽ ലീനിയർ മോഷൻ. അതുപോലെ തന്നെ അവർ അതിൽ വേവ്സ് പഠിക്കുന്നുണ്ട്, തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്, ഹീറ്റ്. അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് കൊൽക്കത്ത ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഫവാസ് ടി.കെ. ആണ്. അദ്ദേഹം ഇതിനു മുമ്പ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ്, അതുപോലെ തന്നെ കോഴിക്കോട് NIT, MES എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറം തുടങ്ങിയ വ്യത്യസ്ത എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെടുന്നത് +2 കഴിഞ്ഞ കുട്ടികൾ പൊതുവിൽ BTech പഠന മേഖല, എഞ്ചിനീയറിംഗ് പഠന മേഖലയിലേക്ക് തിരിയുമ്പോൾ വ്യത്യസ്തങ്ങളായ മേഖലകൾ എഞ്ചിനീയറിംഗ് പഠന രംഗത്തുണ്ട്. ഓരോ മേഖലകളെയും പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വഴികാട്ടിയുടെ കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് പഠന മേഖലയിലുള്ള വ്യത്യസ്ത മേഖലകളെ പരിചയപ്പെടുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഫവാസ്ക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ +2 കഴിഞ്ഞ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എഞ്ചിനീയറിങ്ങിലേക്ക് തിരിയുമ്പോൾ ഏതൊക്കെ പഠന മേഖലകളാണുള്ളത്, ഓരോന്നിൻ്റെയും സാധ്യതകൾ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുണ്ടാവുക. ഇപ്പോൾ മെക്കാനിക്കലാണെങ്കിൽ എന്താണ് പഠിക്കാനുണ്ടാവുക, സിവിൽ എഞ്ചിനീയറിങ്ങിൽ എന്താണ് പഠിക്കാനുണ്ടാവുക, അതിൻ്റെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ ഒരു ആമുഖത്തോടെ നമുക്ക് ആരംഭിക്കാം. ഇതിൽ എഞ്ചിനീയറിങ്ങിൽ പൊതുവെ നമുക്ക് 1-2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളെ നമുക്ക് വർഗീകരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവെ കോർ ബ്രാഞ്ചസ് എന്ന് പറയും. കോർ ബ്രാഞ്ചസ് എന്ന് പറയുമ്പം നമ്മളുടെ ആദ്യം തന്നെ ഉണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കലാണ്. അത് നമ്മളൊരു പഴയ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1950s ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജസ്, ഇപ്പം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമൊക്കെ വരുമ്പോഴും ഒക്കെ അവിടെ ആദ്യമായി തുടങ്ങുന്ന ബ്രാഞ്ചുകൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കലായിരിക്കും. പിന്നെ അതിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ബ്രാഞ്ചുകളൊക്കെ ഇലക്ട്രിക്കലിൽ നിന്ന് എന്ത് ചെയ്തു വന്നു. അപ്പോൾ ഇപ്പം പൊതുവേ നമ്മുടെ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് പൊതുവെ എന്ത് ചെയ്യാം, നമുക്കൊരു പൊതുവേ ഇപ്പോൾ കോർ ബ്രാഞ്ചസ് ആയിട്ട് വിളിക്കും. അതായത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളതിന്. പിന്നെ അതുപോലെ ഒരുപാട് ഇതിൻ്റെ ഉപ ബ്രാഞ്ചുകളായിട്ട് വന്നിട്ടുള്ള ചില ബ്രാഞ്ച്, ഇപ്പോൾ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ചില ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധമുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബ്രാഞ്ചുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർ ബ്രാഞ്ചസ് ഇപ്പോഴത്തെ ഒരു കോർ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഈ 5 ബ്രാഞ്ചുകൾ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നതിന് നമുക്ക് പൊതുവെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമുക്കൊരു കോർ ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അതാണ് ഒരു വർഗീകരണം. മറ്റൊരു ഇപ്പോൾ ഈ വളരെ അടുത്തായിട്ടുള്ള ഒരു പിന്നെ വർഗീകരണം വരുന്നത് നമ്മളുടെ സർക്യൂട്ട് ബ്രാഞ്ചസ്, അതുപോലെ തന്നെ നോൺ സർക്യൂട്ട് ബ്രാഞ്ചസ് എന്നുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിലും ഒക്കെ തന്നെ ഇന്ത്യയിലൊക്കെ തന്നെ ഒരുപാട് സാധ്യതകൾ വരുന്ന ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് സർക്യൂട്ട് ബ്രാഞ്ചസ് ആൻഡ് നോൺ സർക്യൂട്ട് ബ്രാഞ്ചസ് എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു വർഗീകരണം കൂടി ഒരു ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മളുടെ അങ്ങനെ നോക്കുമ്പം സിവിൽ ആൻഡ് മെക്കാനിക്കൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചുകളെല്ലാം എന്ത് ചെയ്യും, പിന്നെ നോൺ സർക്യൂട്ട് ബ്രാഞ്ചിൽ വരും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ട്രിപ്പിൾ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ECE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. പിന്നെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാഡ് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള ഒരുപാട് ബ്രാഞ്ചസ് എന്ത് വരുന്നുണ്ട്. അതെല്ലാം സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെയുള്ള ഇപ്പം വളരെയധികം വളർച്ച, വളരെ നമ്മളൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ പറയാവുന്ന വളർച്ച പൊതുവേ സർക്യൂട്ട് ബ്രാഞ്ചസിലാണ്. അതുകൊണ്ടാണ് പൊതുവേ ഈ റീസെൻറ്റ് വർഷങ്ങളിൽ സർക്യൂട്ട് ബ്രാഞ്ചസിനോട് കൂടുതൽ പ്രിയം. ആളുകൾ ഏതെങ്കിലും ഒരു സർക്യൂട്ട് ബ്രാഞ്ച് ആയാൽ മതി, അത് സെലക്ട് ചെയ്യാം. ഇലക്ട്രിക്കലോ, ഇലക്ട്രോണിക്സോ, കമ്പ്യൂട്ടറോ, ഇൻസ്ട്രുമെൻറ്റേഷനോ,
അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു സ്ട്രാറ്റജി പൊതുവെ വരുന്നുണ്ട്. അപ്പോൾ അതേസമയം നോൺ സർക്യൂട്ട് ബ്രാഞ്ചിൽപ്പെട്ടതാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ വരുന്ന സിവിൽ, മെക്കാനിക്കൽ തുടങ്ങിയ ബ്രാഞ്ചുകളൊക്കെ തന്നെ അതിൻ്റെ അലൈഡ് ആയിട്ടുള്ള ഉപവിഭാഗങ്ങളായിട്ടുള്ള കുറേ ബ്രാഞ്ചസൊക്കെ നോൺ സർക്യൂട്ടിൽ വരുന്നതാണ്. പക്ഷെ അതിനും അതിന് അങ്ങനെ എക്സ്പെറൻഷ്യൽ ഗ്രോത്ത് ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് സാധ്യതകൾ എപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളായതുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു സ്റ്റഡി സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രോത്തോടു കൂടിയൊക്കെ തന്നെ എന്ത് ചെയ്യും, എപ്പോഴും നമ്മളെടുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും സർക്യൂട്ട് ബ്രാഞ്ചിലേക്ക് തന്നെ ഒഴുകണമെന്നെന്തില്ല. ഓരോരുത്തരുടെ പാഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും അനുസരിച്ച് സർക്യൂട്ട് ബ്രാഞ്ച് അല്ലാത്ത നോൺ സർക്യൂട്ട് ബ്രാഞ്ചുകൾക്കും എന്തുണ്ട്, സാധ്യതകളും ഓപ്പണിങ്ങുകളുണ്ട്. അങ്ങനെയുള്ളൊരു നോൺ സർക്യൂട്ട് ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതെ. ഇപ്പോൾ ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് വരുന്ന ന്യൂ ജനറേഷൻ കോഴ്സുകൾ എന്ന് പറയുന്ന, അല്ലേ? അതുപോലെ നേരത്തെ അതിലൊരു എപ്പിസോഡ് വേണമെങ്കിൽ വേറെ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, അങ്ങനെയൊക്കെയുള്ള ന്യൂ ജനറേഷൻ, അതെല്ലാം യഥാർത്ഥത്തിൽ ഈ സർക്യൂട്ട് റിലേറ്റഡ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് തന്നെ നമ്മൾ ഈ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുമോ വരിക, അതിലേക്ക് തന്നെയാണ് വരിക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പിന്നെ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതാണ് നമുക്ക് ഇന്ന് നമ്മൾ പ്രധാനമായും നമ്മൾ പരിചയപ്പെടുന്നത്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇപ്പം ആ പേര് മെക്കാനിക്കൽ എന്നുള്ളതിൽ നിന്നുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മെക്കാനിസംസ്, അതായത് ഒരു ഉപകരണം അല്ലെങ്കിൽ യന്ത്രം, അതിൻ്റെ ചലനം എങ്ങനെയാണ്, അതുപോലെ മെക്കാനിക്സ്, അതുപോലെ തന്നെ മെഷീനറി, ഇതെല്ലാം ആ മെക്ക് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പദങ്ങളാണ്. മെക്കാനിക്സ്, മെക്കാനിസം, മെഷീനറി എന്നൊക്കെ ഉള്ളത്. അതായത് യഥാർത്ഥത്തിൽ ഒരു യന്ത്രങ്ങളുടെ, നമ്മൾ ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ യന്ത്രങ്ങളുടെ രൂപകൽപ്പന, ഡിസൈൻ, അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പാദനം, മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ അതിന് വേണ്ട ഈ കേടുപാടുകളൊക്കെ തന്നെ നന്നാക്കുന്ന മെയിൻ്റനൻസ്, ഇതെല്ലാം വരുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം നമ്മളുടെ എല്ലാം യന്ത്രങ്ങളിലേക്കുള്ള ഒരു 1800കളിലൊക്കെ തന്നെ സംഭവിച്ച ഇൻഡസ്ട്രിയൽ റവല്യൂഷനുകൾക്ക് ശേഷം യന്ത്രവൽകൃത ഉൽപ്പാദനം വളരെയധികം ലോകത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവിടെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റീൽ, ഇപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ എല്ലാ ഉപകരണങ്ങളും, നമ്മൾ കാണുന്ന എല്ലാ ഉപകരണങ്ങളും, ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു റെക്കോർഡിംഗ് റൂമിൽ പോലെ ഓരോയിടത്തും എന്തുണ്ട്, ഒരു ഇരുമ്പ് അല്ലെങ്കിൽ ഉരുക്ക് ഒക്കെ എന്തുണ്ട്, സ്റ്റീൽ വരുന്നത്. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോരോ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്, അത് പല രീതിയിലുണ്ടാക്കും. ഇപ്പോൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കും, അതുപോലെ തന്നെ അത് അടിച്ച് പരത്തിയിട്ട് ഫോർജ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കും. പല രീതിയിലുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം, ലോഹങ്ങൾ വെച്ചിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയുടെ നിർമ്മാണം, മെയിൻ്റനൻസ്, അങ്ങനത്തെ കാര്യം, അതിൻ്റെ രൂപകൽപ്പന, ഡിസൈൻ, എല്ലാം അതിലെന്ത് ചെയ്യും, മെക്കാനിക്കൽ വരും. ഇപ്പോൾ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന എല്ലാം എന്താണ്, ഓട്ടോമൊബൈൽസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പം വിമാനങ്ങൾ, അതുപോലെ തന്നെ റെയിൽവേ, അതിലെല്ലാം എന്ത് ചെയ്യും, കപ്പലുകൾ, അതിലെല്ലാം എന്ത് ചെയ്യും, അതെല്ലാം എന്താണ്, യന്ത്രങ്ങൾ തന്നെയാണ്. വ്യത്യസ്ത ഇൻഡസ്ട്രികൾ ഉപയോഗിക്കുന്ന പിന്നെ ഒരു വൈവിധ്യമാർന്ന യന്ത്രങ്ങളുണ്ട്, പല രൂപത്തിലുള്ള യന്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ. അപ്പോൾ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ മെയിൻ്റനൻസ്, ഇതെല്ലാം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ബ്രോഡ് കാറ്റഗറിയിലാണ് വരിക. പിന്നെ അതിൻ്റെ ഉപവിഭാഗങ്ങളിലേക്ക് തിരിയുമ്പോൾ അത് അതിൻ്റേതായ രൂപത്തിലേക്ക് പോകും, അല്ലേ? അപ്പോൾ ഇതിൽ പിന്നെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതിലെന്തൊക്കെയാണ് ഒരു കുട്ടിക്ക് പഠിക്കാനുണ്ടാവുക? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇപ്പം ഒരു +2 പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഒരു മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു +1 ഫിസിക്സിൽ അവർ പഠിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അതായത് അവരുടെ ഇപ്പം ലോസ് ഓഫ് മോഷൻ അവർ പഠിക്കുന്നുണ്ട്, മോഷൻ ഇൻ സർക്കുലാർ അല്ലെങ്കിൽ ലീനിയർ മോഷൻ, അതുപോലെ തന്നെ അവർ അതിൽ വേവ്സ് പഠിക്കുന്നുണ്ട്, തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്, ഹീറ്റ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം ആണ് ഒരു +1 ഫിസിക്സിൽ പൊതുവെ
ഒരു പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു +1 ഫിസിക്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിവിൽ ആൻഡ് മെക്കാനിക്കൽ ബ്രാഞ്ചസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോൺ സർക്യൂട്ട് ബ്രാഞ്ചുകൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും. എന്നാൽ +2 ഫിസിക്സിലാണ് അവർ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്നത് +2 ഫിസിക്സിലായിരിക്കും. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ സർക്യൂട്ട് ബ്രാഞ്ചസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ നമുക്ക് ഒരു മൊത്തത്തിൽ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ ഇതെല്ലാം തന്നെ ഇപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കാനുണ്ടാവും. ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒഴുക്ക്, അതിന് വേണ്ട ഉപകരണങ്ങൾ, പമ്പുകൾ, ടർബൈനുകൾ, അതുപോലെ തന്നെ നമ്മളുടെ സോളിഡ് മെക്കാനിക്സ്, അതായത് നമുക്ക് ഒരു മെറ്റീരിയൽ, എന്തെങ്കിലും ഒരു ഉപകരണം നിർമ്മിക്കാനുള്ള ശക്തി അതിനുണ്ടോ, അതിനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രെങ്ത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കപ്പൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അതിന് പറ്റിയൊരു ഇരുമ്പ് ആയിരിക്കില്ല വിമാനം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ വ്യത്യാസം. അപ്പം മെറ്റീരിയൽ സയൻസും വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെയും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കും. സ്ട്രെങ്ത് ഉണ്ടോ, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഉണ്ടോ, അതെല്ലാം പഠിക്കണം. അപ്പം അതിന് വേണ്ട, അപ്പം ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു മെറ്റീരിയലിലേക്ക് പോകണം, അല്ലെങ്കിൽ അലോയ്സിലേക്ക് പോകണം. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ മെറ്റീരിയൽ സയൻസും എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാഗമാണ്. മെറ്റീരിയൽ സയൻസ്, അതുപോലെ തന്നെ മെറ്റലർജി എന്ന് പറയും. മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെറ്റൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മാറും. അപ്പം അതെല്ലാം എന്ത് ചെയ്യാണ്, അതെല്ലാം ഇതിൽ അതുപോലെ വ്യത്യസ്ത വ്യവസായ ആവശ്യങ്ങൾ. അതെ. അപ്പോൾ ഓരോന്നിനും എല്ലാത്തിലും ഇരുമ്പുണ്ടാവും. പക്ഷേ എല്ലാ ഇരുമ്പും ഒരുപോലെയല്ല. അതിലേക്ക് പല രൂപത്തിലുള്ള അലോയിങ് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറും. അത് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ കൊഞ്ചിങ്, ചിലപ്പം ചൂടാക്കി പിന്നെ തണുപ്പിച്ച്, അങ്ങനെയൊക്കെയുള്ള അതെല്ലാം മെറ്റലർജിയിലൊക്കെ തന്നെ വരും. അപ്പം അതെല്ലാം മെക്കാനിക്കലിൻ്റെ വിവിധ പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്ന് നമ്മളുടെ ഇപ്പം മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ മെറ്റലർജി എന്നുള്ള ഏരിയ മെക്കാനിക്കലിൽ വരും. അതുപോലെ തന്നെ ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ഒഴുക്ക്, അതുപോലെ തന്നെ അതിനു വേണ്ട ഉപകരണങ്ങൾ, പമ്പുകൾ, ബ്ലോവറുകൾ, അതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണം, ഡിസൈന്, അതിൻ്റെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ, അതെല്ലാം അതിൽ വരും. പിന്നെ അതുപോലെ തന്നെ സോളിഡ്സ്, അതിൻ്റെ സ്ട്രെങ്ത്ത്, അങ്ങനെയുള്ള ഇപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു ഉപകരണം ഡിസൈൻ ചെയ്യുന്നതിൽ അതിൻ്റെ ശക്തി ഉണ്ടോ, അതിന് എന്ത് മെറ്റീരിയലാണ് വേണ്ടത്, അത് പിന്നെ നമുക്ക് പൊട്ടാതെ നിലനിൽക്കോ എന്നൊക്കെയുള്ള പ്രോപ്പർട്ടീസും അതെല്ലാം അതിൽ വരും. അത് കൂടാതെ പിന്നെ മൊത്തത്തിലുള്ള മാനുഫാക്ചറിങ്, ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ ചിലത് നമ്മൾ ഒരു പൊതു സ്വഭാവം ഉണ്ടാവും. പൊതുവായിട്ടുണ്ടാവും. ചിലതെന്താ വെച്ചാൽ നമുക്ക് ഒരു ഇരുമ്പൊക്കെ ഉരുക്കിയിട്ട് മെൽറ്റ് ചെയ്ത് അത് ദ്രാവകമാക്കി മാറ്റിയതിന് ശേഷം പിന്നെ രൂപം മാറ്റിയിട്ട് കാസ്റ്റിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ചിലതെന്താ വെച്ചാൽ നമ്മൾ മെറ്റൽ ഫോമിംഗ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇടിച്ച് പരത്തി അതിനെ അല്ലെങ്കിൽ വലിച്ചു നീട്ടി കമ്പികളാക്കിയിട്ടൊക്കെ തന്നെ പല രീതിയിൽ, ചിലത് റോൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, പല രീതിയിലുള്ള ഉപകരണങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുക, സംവിധാനങ്ങളിലൂടെ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോരോ രൂപപ്പെടുത്തലുണ്ടാവും. അപ്പം അങ്ങനെ മെറ്റൽ ഫോമിംഗ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മാനുഫാക്ചറിങ് വരും. അതുപോലെ പ്രൊഡക്ഷൻ, ഒരു കമ്പനിയിൽ മൾട്ടിപ്പിൾ പ്രൊഡക്ഷനൊക്കെ ചിലപ്പം ചെയ്യേണ്ടി വരും. നമുക്ക് ഒരുപാട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ത് ചെയ്യും, മെക്കാനിക്കലിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ തെർമലാണ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ, അത് ചൂട് തണുപ്പിക്കൽ, അതുപോലെ തെർമോഡൈനാമിക്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള എനർജി, അതിൻ്റെ കുറേ ന്യൂ ജനറേഷൻ ഏരിയകളുണ്ട്. റിന്യൂവബിൾ എനർജിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ തെർമോഡൈനാമിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരു പുതിയ ഏരിയകളാണ്. അതായത് ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റിന്യൂവബിൾ എനർജി ടെക്നോളജീസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഹീറ്റ്, പവർ, തെർമോഡൈനാമിക്സ് എന്നുള്ള ഏരിയകളുണ്ട്. അതിൻ്റെ ചില അപ്ലിക്കേഷൻസാണ് റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, അങ്ങനെയുള്ള ഏരിയകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ സ്പേസിലൊക്കെ അപ്ലിക്കേഷൻ ക്രയോജനിക്സ്, അത് വളരെ താഴ്ന്ന ടെമ്പറേച്ചറുകൾ സൃഷ്ടിക്കുന്ന അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഏരിയകളെല്ലാം ഉണ്ട്. പിന്നെ ഒരു മെഷീൻ ഡിസൈൻ ചെയ്യുന്ന കോഴ്സുകൾ, മെഷീൻ ഡിസൈൻ പോലുള്ള, പിന്നെ അതായത് ഇപ്പോൾ ഒരു സ്ക്രൂ ആണെങ്കിൽ ആ സ്ക്രൂ എങ്ങനെ ആയിരിക്കണം, നമുക്ക് സ്ക്രൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ ഒരു റിവറ്റ്, അപ്പം ഒരു കപ്പലിൽ ഉപയോഗിക്കുന്ന ഒരു ആണിയെ പോലുള്ള ഒരു ഇത്, അപ്പോൾ ആ റിവറ്റിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം, അതിനൊക്കെ എന്തുണ്ട്, അതെല്ലാം വളരെ പ്രിസൈസാണ്. അത് നമുക്ക് എന്തെങ്കിലും ഒരു ആണി അടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഒരു സ്ക്രൂ കേടായി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ വെൽഡിങ് ഉപയോഗിച്ചിട്ട് വേണം, റിവെറ്റ് ഉപയോഗിച്ചിട്ട് വേണം, സ്ക്രൂ ഉപയോഗിച്ചിട്ട് വേണം. അപ്പോൾ ആ സ്ക്രൂവിൻ്റെ ഡിസൈൻ എന്തായിരിക്കണം, ആ വെൽഡ് എന്തായിരിക്കണം, അതെല്ലാം എന്താണ്. അപ്പോൾ അതിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ തന്നെ മൊത്തത്തിൽ നമ്മളുടെ ഒരു കപ്പലായാലോ വിമാനമായാലോ ഒക്കെ തന്നെ എന്ത് ചെയ്യും, അതിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റൽ ജോയിനിങ്
ആയിട്ടുള്ള പ്രോസസ്സുകളും കോമ്പണൻസ് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മെഷീൻ ഡിസൈൻ പോലെ വരും. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ തന്നെ ഇപ്പം മാനുഫാക്ചറിങ്ങിന് തന്നെ പുതിയൊരു ഏരിയയാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്, CAD CAM എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയകളൊക്കെ തന്നെ ചെയ്യും മെക്കാനിക്കൽ. ഇതാണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പൊതുവെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയകൾ. പിന്നെ അതുപോലെ വേറൊരു ഭാഗം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു കോർ എഞ്ചിനീയറിംഗ് അല്ല, പക്ഷേ അത് കുറച്ചും കൂടി മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആണ്. അതായത് മൊത്തത്തിൽ ഒരു കമ്പനിയിലുള്ള ഒരു ഫാക്ടറിയിലുള്ള ഒരു മനുഷ്യനും ഉപകരണവും യന്ത്രവും ഇതെല്ലാം തമ്മിലുള്ള ഒരു ബാലൻസ്, അതായത് നമ്മളുടെ എന്താ വെച്ചാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ക്വാളിറ്റി കൂട്ടുക. അതായത് ഇപ്പം ഒരു മാൻ മെഷീൻ ഇൻ്റർഫേസ് എത്ര ഒരു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മൈക്രോ മോഷൻ സ്റ്റഡി എന്നൊക്കെ നടത്തും. അതായത് ഒരു ലേബറിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അയാൾ എത്ര സമയം ഐഡിയലായിരിക്കുന്നുണ്ടോ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ അങ്ങനത്തെ മാനേജ്മെന്റ് സൈഡ് ആയിരിക്കും. അതെ. പക്ഷേ അതും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ എന്താണ് ഒരു ഭാഗമാണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഓവറോൾ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകളൊക്കെ, ഒപ്റ്റിമൈസേഷൻ, അത് ഓപ്പറേഷൻ റിസർച്ച് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക്, അതെല്ലാം അത് കുറച്ച് മാത്തമാറ്റിക്സ് റിലേറ്റഡ് കൂടിയാണ്. പക്ഷേ അതും എന്ത് ചെയ്യും, ഒരു മാനേജ്മെൻറ്റ് മാത്തമാറ്റിക്സ് ആൻഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രധാനപ്പെട്ട പരിഹാരം NIT ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ, കോഴിക്കോട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ നല്ല റിസർച്ച് നടക്കുന്ന ഒരു പിന്നെ ഏരിയയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഈ ഒരു മെക്കാനിക്കലിൽ വരുന്ന വ്യത്യസ്ത ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇപ്പം ഇതിൽ ഒരു കുട്ടിക്ക് മെക്കാനിക്കൽ എടുക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് തീരുമാനിക്കാൻ ഒരു പക്ഷേ ഇവിടെ ഭാസ്കർ പറഞ്ഞ പോലെ +1 ഒരു ഫിസിക്സ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് തനിക്ക് ഇതിന് പറ്റുമോ പറ്റൂലേ എന്നുള്ളത്, ഇപ്പോൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തൻ്റെ ഒരു അഭിരുചിക്ക് പറ്റിയതാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ ഈ ഒരു +1 സിലബസിൽ ഈ +1 ഫിസിക്സ് വെച്ചിട്ട് ഏകദേശം ഒരു തീരുമാനം എടുക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഒരു അടിസ്ഥാനപരമായിട്ട് നമുക്കത് നോക്കാവുന്ന ഒരു കാര്യമാണത്. അത് ഒരു +1 ഫിസിക്സിലെ ഈ ഒരു ഏരിയാസൊക്കെ ഇവർക്ക് വളരെ മടുപ്പുള്ളതും, അത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനോട് എന്തില്ല തീരെയും പാഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മൊത്തത്തിൽ മെക്കാനിക്കൽ പ്രോസസ്സുകളും അവർക്ക് ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് അവർക്ക് ഓരോന്നിനെക്കുറിച്ചുമുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇപ്പം അവൈലബിൾ ആണല്ലോ. അപ്പം ഒരു ബ്രാഞ്ചൊക്കെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഏരിയകൾ, വീഡിയോകൾ, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ അവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് നമുക്ക് അപ്പം അത് സെർച്ച് ചെയ്യുമ്പോൾ ഒന്നുകിൽ അവരുടെ പാഷൻ കൂടും. പൊതുവേ നമുക്കൊരു ഒന്നിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒരു +2 കഴിഞ്ഞൊരു കുട്ടി ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ സെർച്ച് ചെയ്യുകയായിരിക്കും. അപ്പോൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കാണുന്നു, അല്ലെങ്കിൽ റോക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണുന്നു, അല്ലെങ്കിൽ ഓട്ടോമൊബൈലിൻ്റെ വർക്കിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പോൾ അവനതിനോടൊരു പാഷൻ ചിലപ്പം കൂടും. അല്ലെങ്കിൽ അവനോ അല്ലെങ്കിൽ അവൾക്കോ അതിനോട് എന്തില്ല ഒരു മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഏരിയ അല്ല എന്നുള്ളത്. അപ്പോൾ അവന് ചിലപ്പം കുറച്ച് കോഡിങ്ങും കമ്പ്യൂട്ടറും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക, അവന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ ആ ഫീൽഡിലേക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റയർലി ഡിഫറെൻറ്റ് എഞ്ചിനീയറിംഗ് അല്ലാത്ത മെഡിക്കൽ ഫീൽഡിലേക്ക് ചിലപ്പോൾ പോകുന്ന ആളുകളായിരിക്കും. അപ്പം അതൊരു നമുക്ക് ഇങ്ങനെയുള്ളൊരു ഒരു പലവിധ രീതികളിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ നമുക്കൊരു ഒറ്റ വാക്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നിൻ്റെ പാഷൻ ഇതാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അവരും എല്ലാവരും കൂടി ചേർന്ന് എത്തേണ്ട ഒരു സൊല്യൂഷനാണത്. ഇപ്പോൾ പലപ്പോഴും പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ചെറുപ്പകാലത്ത് ചെറിയ കുട്ടികൾ അവർക്ക് ചില മെഷീൻസിനോട് ചില താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ ഈ ചെറിയ എന്തെങ്കിലും ഉപകരണം കേടുവന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോട്ടോർ എടുത്തിട്ട് പല സംഗതികളൊക്കെ കുട്ടികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അവന് സ്വാഭാവികമായിട്ടും ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് അങ്ങനെ കാണുന്ന പല രക്ഷിതാക്കളുണ്ട്. അതൊരു പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? കാരണം അല്ല, അതിലെന്താ വെച്ചാൽ മൊത്തത്തിൽ, പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ അവന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനോടാണ് സാധ്യത എന്നുള്ളത് തീരുമാനിക്കലേറെ അവന് എഞ്ചിനീയറിങ്ങിനോട് ആഭിമുഖ്യമുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം അത് ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം എല്ലാ എഞ്ചിനീയറിങ്ങും ഇപ്പം റിലേറ്റഡ് ആണ്. മാത്രമല്ല ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് ഒതുക്കുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം എല്ലാം ഇൻ്റർഡിസിപ്ലിനറിയാണ്. ഇപ്പോൾ നമ്മളൊരു ഉപകരണം വാങ്ങുകയാണെങ്കിൽ അതിലെന്തുണ്ട്, ഇപ്പോൾ ഒരു ടോയ് വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ എന്തുണ്ട്, ഇപ്പം മോട്ടോർ വരുമ്പം അത് ഇലക്ട്രിക്കലാണ്. അതുപോലെ തന്നെ അതിൽ കുറച്ച് ഇലക്ട്രോണിക്സ് ഉണ്ടായിരിക്കും. അതിലൊരു മെക്കാനിസവും ഒരു ടയറും റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ മെക്കാനിക്കൽ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ഉള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ഉപകരണം എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് അവന് ഇന്ന ബ്രാഞ്ചിനോടാണ് താല്പര്യം എന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കേണ്ടതില്ല. പക്ഷേ എന്നാൽ പോലും അവന് ഇത്തരത്തിലുള്ള പൊതുവിലുള്ള എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയോട് താല്പര്യമുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
അതിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കേവലം ഒരു യന്ത്രങ്ങളോട് താല്പര്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല, ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കുറേ ഫിസിക്സും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ 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 അപ്പോൾ കുറച്ച് അവർക്ക് ഒരു തിയറി, നമുക്കൊരു എഞ്ചിനീയറിംഗിൽ എടുക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 50ഓളം പേപ്പറുകൾ എന്ത് ചെയ്യണം, 4 വർഷം കൊണ്ട് 8 സെമസ്റ്റർ കൊണ്ട് പഠിക്കണം. അപ്പോൾ കുറച്ച് തിയറിയും നന്നായിട്ട് പഠിക്കേണ്ട ഇതാണ് യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ്. പിന്നെ അത്ര പഠിക്കേണ്ടാത്തവർക്ക് എന്നാൽ ടെക്നിക്കൽ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം, ഡിപ്ലോമ കോഴ്സിലേക്ക്, അതുപോലെ തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ITI ITC പോലുള്ള കോഴ്സുകളിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഹാൻഡ്സ് ഓൺ വർക്ക് ചെയ്യുന്നവർക്ക് പോകാം. അത് അവരുടെ തിയറി പഠിക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി കൂടി എന്ത് ചെയ്യണം, ഇതിൽ ഏത് ലെവൽ എടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ വ്യത്യസ്ത എന്തൊക്കെ ഭാഗങ്ങളാണ് പഠിക്കാനുണ്ടാവുക, അതിൽ വരുന്ന ഏരിയകളാണ് നമ്മൾ ഇവിടെ പ്രധാനമായും പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ, അതിൻ്റെ ജോലി സാധ്യതകൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.